എല്ലാവർക്കും നമസ്കാരം. ടൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 24-ാം തീയതി നമ്മുടെ സെറ്റ് എക്സാം കഴിഞ്ഞു. അതിൻ്റെ ആൻസർ കീയും വന്നു. ആൻസർ കീ നോക്കുന്ന സമയത്ത് ചില ആളുകൾ പാസ്സായിട്ടുണ്ടാവും, ചില ആളുകൾക്ക് പാസ്സാകാൻ പറ്റാത്തതായിട്ടുണ്ടാവും. എങ്കിലും നമ്മുടെ ആൻസർ കീയിൽ ചെറിയ ചില കറക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ 1-2 ചോദ്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ടുള്ള പ്രൂഫ് കൊടുത്താൽ മാത്രമേ ഇവയെല്ലാം ചലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൂഫ് ഉള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ആധികാരികമായിട്ട് കൊടുക്കാൻ പറ്റുന്ന പ്രൂഫുകൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സാഹിത്യ ചരിത്രങ്ങളിലെ ഫോട്ടോസാണ്, അതെഴുതിയ ആളെ പേരും അതുപോലെ തന്നെ ആ പുസ്തകത്തിൻ്റെ പേരുമൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ടുള്ളൊരു പ്രൂഫും അതിലെ ആ ഉത്തരത്തിൻ്റെ ഇതായിട്ട് വരുന്ന എക്സ്പ്ലനേഷൻസ് വരുന്ന ആ ഒരു ഭാഗവും ഒക്കെയാണ് നമുക്ക് പ്രൂഫായിട്ട് കൊടുക്കാൻ പറ്റുക. ഗൂഗിളിൽ നിന്നൊക്കെ കിട്ടുന്ന ആൻസറുകൾ എത്രമാത്രം നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ചോദ്യവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങൾ എത്രമാത്രം ഒതൻറ്റിക് ആണ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഈ എക്സ്പ്ലനേഷൻസിന് പകരം നിങ്ങൾക്ക് പുസ്തകങ്ങൾ കിട്ടുവാണെങ്കിൽ പുസ്തകങ്ങളിലെ ഫോട്ടോസ് തന്നെ എന്ത് ചെയ്യാം, ഈ പ്രൂഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നമുക്ക് ചോദ്യങ്ങൾ നോക്കുന്ന സമയത്ത് എ കോഡിൽ 79-ാമത്തെ ചോദ്യം മിസ്റ്റേക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു ചോദ്യത്തിന് ഇതിൽ ആൻസർ ഇല്ല, പക്ഷേ LBS സെൻറ്റർ ഓപ്ഷൻ ബി ആൻസർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ഓപ്ഷൻ ബി. അപ്പോൾ ഓപ്ഷൻ ബി എങ്ങനെയാണ് ആൻസർ ആയിട്ട് വരുന്നത് എന്ന് നോക്കാം. ചേരുംപടി ചേർക്കലാണ് സാഹിത്യ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ് തന്നിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് LBSൻ്റെ ആൻസർ. ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് വരുമോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ നമുക്കെപ്പോഴും അറിയാവുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത്, ഉദാത്തത എന്ന് പറയുന്നത് ലോങ്കിനസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് മലയാള സാഹിത്യം പഠിക്കുന്ന ആളുകൾക്ക് അറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലേ. അത് നമുക്ക് തുടക്കം മുതലേ സാഹിത്യ സിദ്ധാന്തം പഠിക്കുന്ന സമയത്ത് നമ്മൾ അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ പഠിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ലോങ്കിനസും ഹോറസും പഠിക്കുന്നു. ആദ്യ ക്ലാസിസ്റ്റുകളായിട്ടുള്ള സൈദ്ധാന്തികരെ പഠിക്കുമ്പോൾ നമ്മൾ ഇവരെയാണ് പഠിക്കുന്നത്, ഈ 4 പേരെയാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഉദാത്തത എന്ന് പറയുന്നത് ലോങ്കിനസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ലോങ്കിനസുമായി ബന്ധപ്പെട്ടിട്ട് വരണമെങ്കിൽ ബി എന്ന് പറയുന്നത് 4 എന്നുള്ള ഓപ്ഷൻ വരുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ ഓപ്ഷൻ എയിൽ ബി 2 വരുന്നത്. ഓക്കെ, ബി 2 വരുന്നത്. അതുപോലെ തന്നെ ഓപ്ഷൻ ബിയിൽ ബി 1 വരുന്നത്. ഓപ്ഷൻ സിയിൽ ബി 3 വരുന്നത്. ഓപ്ഷൻ ഡിയിലും ബി 3 വരുന്നത്. അപ്പോൾ ഈ ഒരു ഇതറിയുന്ന ആളുകൾക്ക് തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു ചോദ്യം തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇവർ തന്നിട്ടുള്ള ആൻസർ പ്രകാരം എ 4 വരുന്നത്. എ 4 എന്ന് പറഞ്ഞാൽ അന്തർജ്ഞാനം ലോങ്കിനസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പം അന്തർജ്ഞാനം എന്ന് പറയുന്നത് ലോങ്കിനസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അന്തർജ്ഞാനം എന്ന് പറയുന്നത് ക്രോച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബെനഡിക്റ്റോ ക്രോച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ക്രോച്ചെ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുള്ള ചോദ്യത്തിൽ എവിടെയുമില്ല അല്ലേ. അപ്പോൾ അതും എന്ത് തന്നെയാണ്, ഒരു മിസ്റ്റേക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രൂഫ് എന്നുള്ള രീതിയിൽ നമുക്ക് വയ്ക്കാൻ പറ്റുന്നത് നെല്ലിക്കൽ മുരളീധരൻ്റെ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിലെ 2 ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്രൂഫായിട്ട് തരാം. ഇത് ലോങ്കിനസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഉദാത്തത സമീക്ഷ ഓൺ ദി സബ്ലൈം എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലാണ് ഉദാത്തതയെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചോദ്യത്തിന് നമുക്ക് എന്തായിട്ട് വയ്ക്കാവുന്നതാണ്, പ്രൂഫായിട്ട് വയ്ക്കാവുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇതേ പുസ്തകത്തിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അന്തർജ്ഞാനം എന്ന് പറഞ്ഞിട്ടുള്ളത് ക്രോച്ചയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് തെളിയിക്കുന്ന ഒരു പ്രൂഫാണിത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, അന്തർജ്ഞാനം എന്ന് കേൾക്കുമ്പോൾ ഇന്ദ്രിയ പ്രത്യക്ഷം എന്ന അർത്ഥം മനസ്സിലാക്കുന്നവരുണ്ട്. ബാഹ്യ
ബാഹ്യ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് അറിവാണെന്നതാണ് സാമാന്യ ധാരണ. ഇന്ദ്രിയ പ്രത്യക്ഷം തീർച്ചയായും അന്തർജ്ഞാനം തന്നെ എന്ന് ക്രോച്ചെ എഴുതുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ മുകളിലത്തെ പാരഗ്രാഫിൽ അന്തർജ്ഞാനത്തിന് ഒരു യജമാനൻ്റെ ആവശ്യമില്ലെന്ന് ക്രോച്ചെ പറയുന്നു. ഓക്കെ, ഇതിൻ്റെ തുടക്കം ഞാൻ എടുത്തിട്ടില്ല. ഈ ക്രോച്ചയെയും അന്തർജ്ഞാനത്തെയും കുറിച്ച് പറയുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഈ ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആ തുടക്കം മുതലുള്ള ഭാഗം ഫോട്ടോ എടുത്ത് ഒരു പ്രൂഫായിട്ട് വയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രൂഫായിട്ട് തരാൻ പറ്റുന്ന ചോദ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് രണ്ട് ചോദ്യങ്ങളിൽ കൂടി കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ അതിന് നമുക്ക് പ്രൂഫ് വെക്കാൻ പാകത്തിലുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അതിൽ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം അത് ആരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളതാണ് ചോദ്യം. അത് ദെറീദയാണ് എന്നുള്ളതാണ് നമുക്ക് ആൻസർ കീയിൽ വന്നിട്ടുള്ളത്. പക്ഷേ അത് തോമസ് മൂറാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അതിന് നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല, വ്യക്തമായിട്ടുള്ളൊരു പ്രൂഫ് ഇല്ലാത്തത് കൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. നമുക്കത് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്കത് എവിടുന്നെങ്കിലും ഇങ്ങനെ തോമസ് മൂറിൻ്റേതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എവിടുന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കതും ചലഞ്ച് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ കറുത്ത ചിരിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളത് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് പല സമയത്തും പല ആളുകളുടെ പേരാണ് കിട്ടുന്നത്. എൽ തോമസ് കുട്ടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഓരോ സമയത്തും അത് സെർച്ച് ചെയ്യുന്ന സമയത്ത് വേറെ വേറെ ആൻസറുകളാണ് കിട്ടുന്നത്. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചലഞ്ച് ചെയ്യുന്നതിനൊരു പ്രൂഫായിട്ട് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കതിൻ്റെ പ്രൂഫ് കറക്റ്റായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് 1 മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളതെന്ത് ചെയ്യാം, ഈ ഒരു ചോദ്യം എന്തായാലും ചലഞ്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.